മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുവാനും പരിശുദ്ധമായ ഈ ആൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനും അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനോടും ഈശോയിനോടും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് അഖിൽ. ഞാനിവിടെ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു അക്രൈസ്തവനാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 29/8/2023 ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു വിദേശത്തേക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. അമ്മ മാതാവും ഈശോയും എനിക്കത് നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ദുബായിൽ ചെന്നതിന് ശേഷം ഞാൻ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിന് അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ചു. ആദ്യത്തെ 3-4 മാസത്തോളം എൻ്റെ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. പേപ്പർ വർക്കുകളൊന്നും മൂവ് ചെയ്യുന്നില്ല. ഒരുപാട് തടസ്സങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷമാണ് എനിക്കതിനൊരു പ്രോഗ്രസ് ഉണ്ടായത്. ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട സമയത്ത് അജ്മാനിൽ നിന്നും ലൈസൻസിൻ്റെ കാര്യങ്ങൾ സ്റ്റോപ്പാകുകയും പിന്നീട് അത് ഫുജിയറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. അവിടെ ചെന്നതിന് ശേഷം 2 മാസത്തോളം വീണ്ടും അവിടെ പെൻഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി ധ്യാനം കൂട്. എൻ്റെ വാട്സപ്പിലേക്ക് അമ്മ ഷെയർ ചെയ്തു തന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കൂടി അന്ന് വൈകിട്ട് തന്നെ എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ടായി കാണാൻ എനിക്ക് സാധിച്ചു. അമ്മ മാതാവ് ഈശോയുമാണ് തടസ്സങ്ങളുണ്ടായിരുന്നത് ഓരോന്നോരോന്നായി എൻ്റെ മുമ്പിൽ നീക്കി തന്നത്. അതെനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റി. അതിനുശേഷം ഞാൻ ഉടമ്പടി ധ്യാനം അന്ന് തൊട്ട് ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ എനിക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ സാധിക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് മുടങ്ങാതെ കാണാനായിട്ടുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലൈസൻസ് എനിക്ക് ഫെയിലായി. അത് ഫെയിലാകുന്നതിന് മുമ്പ് എനിക്കത് അമ്മ മാതാവ് കാണിച്ചു തന്നായിരുന്നു ഞാനത് ഫെയിലാകുന്നുള്ളത്. പക്ഷേ അത് ഫെയിലായത് എൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്കത് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം അടുത്ത ഫൈനൽ ടെസ്റ്റ് വന്നു. ഞാൻ ടെസ്റ്റിന് കയറുന്നതിന് മുമ്പ് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണവും നന്മ നിറയെ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൂടാണ്ട് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഉടമ്പടി തൈലം എൻ്റെ കയ്യിൽ 2ലും പുരട്ടി. അതിനുശേഷമാണ് ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയിരുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റിലും എനിക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം എൻ്റെ മാതാവ് ഈശോയും എനിക്ക് നീക്കിത്തന്ന് എന്നെ പാസ്സാക്കി തന്നു. ഒരുപാട് തടസ്സങ്ങൾ മുമ്പിൽ വന്നു. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ മാതാവ് ഈശോയും അതൊക്കെ തരണം ചെയ്ത് എന്നെ ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാക്കി തന്നു. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മാതാവും ഈശോയും എനിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ലാഘവത്തോടു കൂടിയാണ് ഞാൻ അതിനെ ആദ്യം സമീപിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായത് അത് എൻ്റെ കഴിവിൽ നിൽക്കത്തില്ല. പക്ഷേ എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താലാണ് എനിക്കത് പാസ്സായി എന്നെ അനുഗ്രഹിച്ച് എനിക്കത് കിട്ടിയത്. കൂടാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു അത്. ഞാൻ ആദ്യമൊന്നും ഇത്രയ്ക്കും പ്രാർത്ഥനയോ കൃത്യമായിട്ട് ഉടമ്പടി ധ്യാനം കൂടുകയോ ഒന്നും ചെയ്യുന്നുണ്ടായില്ല. സാക്ഷ്യങ്ങളൊന്നും തന്നെ അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷം എനിക്കത് മുടക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വന്നു. കാരണം ഉടമ്പടി ധ്യാനമായാലും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം എനിക്കതൊക്കെ മാറുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സമാധാനവും ആശ്വാസവുമാണ്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് അവിടെ ചെന്നതിന് ശേഷം ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നൊന്നില്ലാതെ തൊണ്ടവേദന, പനി, എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. ഓരോ മാസവും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. ഇത് തന്നെയായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാനത് ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോഴും എൻ്റെ മാതാവ് മമ്മിയിലൂടെ എന്നോട് പറയുന്നു, നീ ഉടമ്പടി ധ്യാനം എടുത്ത് ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്ക്. ഞാൻ അങ്ങനെ ഉടമ്പടി ധ്യാനം ഉപയോഗിക്കുന്നതിലൂടെ മാറാത്ത ഈ ഇയർ ബാലൻസ്, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഇയർ ബാലൻസ്
ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്കത് മാറിക്കിട്ടി. അന്ന് തൊട്ട് ഇന്നേ വരെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എനിക്ക് പിന്നീട് വന്നിട്ടില്ല. അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് ഈശോയും എനിക്കത് മാറ്റി തന്നതാണ്. കൂടാണ്ട് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. കൂടാണ്ട് ആരെന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അവർക്കത് സാധിച്ചു കൊടുക്കുമായിരുന്നു. കൂടാണ്ട് പത്രമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടിയതിന് ശേഷം എനിക്ക് ചില സമയത്ത് ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. പക്ഷേ കണ്ണു തുറക്കുമ്പോൾ അത് സ്വപ്നമെന്ന് കരുതുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ 2-3 പ്രാവശ്യം ഞാൻ എറണാകുളത്ത് ഇവിടെ ഉള്ള സമയത്ത് തന്നെ എറണാകുളത്ത് വെച്ചിട്ട് വലിയ പ്രൈവറ്റ് ബസ് വന്ന് എൻ്റെ ബാക്കിലിട്ട് ഇടിക്കുകയും എൻ്റെ വണ്ടി മറിഞ്ഞു പോകാതെ തന്നെ എന്നെ ആരോ പിടിച്ചു നിർത്തുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തത്. പക്ഷേ ഇതൊക്കെ ഞാൻ മുമ്പ് സ്വപ്നത്തിൽ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തന്നെ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് ഈശോയുമാണ് എന്നെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചത്. എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകും. എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. 119 സങ്കീർത്തനം 97 തിരുവചനം. അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു, അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത്. അഖിൽ എന്ന ഈ സഹോദരൻ വിദേശത്ത് ജോലി ലഭിക്കുന്നതിനായി ആഗ്രഹിച്ച് ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഉടൻ പരിഹാരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ദുബായിൽ ജോലി നൽകി എന്നതിന് അദ്ദേഹം വളരെ നന്ദിയോടെ എൽത്താരയിൽ സാക്ഷ്യം പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചുവെങ്കിലും അതെല്ലാം പരിശ്രമങ്ങൾ വിഫലമാകുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരൻ്റെ അമ്മയാണ് പറഞ്ഞത്, നീ കൃത്യമായി ഉടമ്പടി ധ്യാനം കൂടണം. ഉടമ്പടിയിലേക്ക് പിച്ച വെച്ച് വന്ന ഈ അക്രൈസ്തവ മകനെ ധ്യാനത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. ഉടമ്പടി ധ്യാനം കൂടിയ അന്ന് തന്നെ അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഏറ്റുപറയുന്നു. അദ്ദേഹം അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി എലമെൻറ്റിലൂടെയാണ്, ഫീച്ചേഴ്സിലൂടെയാണ് അദ്ദേഹത്തിന് തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടുവാനായിട്ട് പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തതെന്ന് ഏറ്റുപറയുന്നു. അദ്ദേഹത്തിന് അതുപോലെ ഇയർ ബാലൻസ് ഉണ്ടായപ്പോഴും അവിടെ 1 മാസത്തോളം മരുന്ന് കഴിച്ചെങ്കിലും ഉടമ്പടി തൈലം എന്ന ഒരു വലിയ ആൻറ്റിബയോട്ടിക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും അത് പെട്ടെന്ന് അത് ഉപയോഗിക്കുവാനും ഉള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹത്തിന് ലഭിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയ വിശ്വാസ പ്രയോഗം അദ്ദേഹം കാതുകളിൽ പുരട്ടിയും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഒരു തവണ അത് പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഗ്രാജുവലി അത് കുറയുകയും അദ്ദേഹം പൂർണ്ണ സൗഖ്യവാനായി ഇന്ന് നന്ദി പറയുകയും ചെയ്യുന്നു. പല പ്രാവശ്യം വാഹനാപകടങ്ങൾ ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ തന്നെ ആരോ പിടിച്ചു നിർത്തുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഓരോ പ്രാവശ്യവും അത് വെളിപ്പെടുകയാണ്, ഞാൻ നിന്നോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അമ്മയാണ്, സഞ്ചാരി മാതാവാണ് കൃപാസനം അമ്മ. ഉടമ്പടിയെടുത്ത മക്കളുടെ കൂടെയെല്ലാം അമ്മ സഞ്ചരിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അമ്മയ്ക്ക് നമ്മെ കൈവിടാൻ സാധിക്കില്ല. കാരണം അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട അന്ന് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും ഈശോയുടെ തിരുരക്തത്താൽ പരിശുദ്ധ അമ്മ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ രക്ഷിക്കുന്ന ഒരു വലിയ കർത്തവ്യം അമ്മ ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ അപകട സാധ്യതകളെയും, എല്ലാ ബലഹീനതകളെയും, കുറവുകളെയും, നമ്മുടെ ജോലിയില്ലാത്ത അവസ്ഥയെയും, നമ്മുടെ ജയിക്കാൻ പറ്റാത്ത എല്ലാ പരീക്ഷണങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നമുക്ക് നൽകാം. അമ്മ നമ്മെ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അഖിലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞൊരു നല്ല കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.